കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്നെ ഒരു പ്രാവശ്യം കൂടി ഇനി അടിച്ചാ ഇനി തിരിച്ച് അടിയുള്ളൂന്ന് പറയച്ചാ. സ്ട്രോങ് ആയിട്ട് നല്ലൊരു വാർണിംഗ് കൊടുക്കച്ചാ. അത് പിന്നെ ഉണ്ണി പ്ലീസ് അച്ഛാ, അച്ഛൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അമ്മേനെ ഇനി അടിച്ചോണ്ടേയിരിക്കും. പറയച്ചാ. ഇനി ഇയാൾ ഉണ്ണിയെ അടിച്ചാലുണ്ടല്ലോ, ഇയാളെ ഞാൻ തല്ലും. താങ്ക് യു അച്ഛാ. ലവ് യു, മിസ് യു. ഇന്ന് അച്ഛനടുത്ത് സംസാരിക്കാം. ദേ നോക്ക്, കുട്ടികളാണെങ്കിൽ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യും. നമ്മൾ മുതിർന്നവരാണ് അത് ക്ഷമിക്കേണ്ടത്. ചിലതൊക്കെ കണ്ടില്ലെന്ന് അടിക്കണം, അല്ലെങ്കിൽ സ്പീക്കർ ഓഫ് ചെയ്തു. ഓക്കെ, എന്നാ ഞാൻ വെക്കട്ടെ. ടേക്ക് കെയർ. എന്നെ പെട്ടെന്ന് ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്ക്. അപ്പൂപ്പ, എന്റെ സ്കൂൾ ബാഗ് പെട്ടെന്ന് എടുത്തു വെക്ക്. അമ്മ, എന്റെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാം എടുത്തു വെക്ക്. ചിരിക്കല്ലേ രണ്ടുപേരും? നന്നായിട്ട് ചിരിച്ചോ. എല്ലാം നിങ്ങൾ കാരണോ? ഏയ്, അങ്ങനെയല്ല മോളെ. ഞങ്ങൾ എപ്പോഴും ഉള്ളതുപോലെ തന്നെ. ഞങ്ങൾ നിന്നെ നോക്കി ചിരിച്ചില്ല. അതിനെന്താ? നിന്റെ ആള് നിന്നെ അടിച്ചാൽ എനിക്കെന്താ പ്രശ്നം? അടിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ എന്തിനാ ഇതൊക്കെ നോക്കുന്നേ? സുശീല, അല്ലെങ്കിൽ തന്നെ വാസു ദേഷ്യപ്പെട്ടിരിക്കുക. നീ എന്തിനാ വീണ്ടും ഓരോന്ന് പറയുന്നേ? വേഗം പോയി ഉണ്ണി റെഡിയാക്ക. ഇല്ലെങ്കിൽ അഭിമോൻ വീണ്ടും ഇങ്ങോട്ട് ഫോൺ ചെയ്താലോ? അമ്മക്കിപ്പോ ദേഷ്യം വന്ന എന്താ അപ്പൂപ്പ? അതിനല്ലേ നമുക്കിപ്പോ അച്ഛനുള്ളത്. എല്ലാം അച്ഛൻ തന്നെ നോക്കിക്കോളും. അമ്മയ്ക്ക് പണിഷ്മെന്റ് കൊടുക്കും അച്ഛൻ. അതെ, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി. ഉണ്ണി വാ, നിന്നെ സ്കൂളിൽ പോ, റെഡിയാക്കാം. ഇറങ്ങ. അങ്ങനെ വാ ഉണ്ണി, നടക്ക. ഏട്ടത്തി മാറ്റി നിർത്തി അവര് കഴിക്കുന്ന കണ്ട. കേക്ക് കൊടുക്കുവസു. കണ്ട ഏട്ടത്തി, മരുമക്കള് രണ്ടുപേരും എന്താ കൂട്ടെന്ന്. അമ്മേ, ചായ വേണ്ട. എന്നും രാവിലെ എണീറ്റോന്ന് ചായ കുടിക്കുന്നത് അമ്മയുടെ ശീലമല്ലേ? അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നീയാണോ തീരുമാനിക്കുന്നത്? വേണ്ടാന്ന് പറയാനുള്ള അവകാശം പോലും എനിക്കില്ലേ? അത് എന്നും രാവിലെ കുടിക്കുന്നതല്ലേ? ഇന്ന് എനിക്ക് വേണ്ടാന്നാ പറഞ്ഞത്. എന്താ, കോഫി കുടിച്ചില്ലെങ്കിൽ ചത്തുപോവോ? സോറി അമ്മ. അവനെ ആ ചായ നീ പോയി കുട്ടികളെ ശ്രദ്ധിക്കും. ജയന്തി, ചായ വാങ്ങിക്കൂ. കുടിക്കണമെന്ന് തോന്നുന്നില്ല. എന്താ അങ്ങനെ? എനിക്ക് തലവേദന എടുക്കുന്നു. ചായ കുടിച്ച തലവേദന പോവും ജയന്തി. പിടിക്ക്.
വേണ്ടെന്നല്ലേ ചേട്ടാ പറഞ്ഞത്? അതിനൊരു കാരണം വേണമല്ലോ. രാവിലെ തന്നെ എന്നെ എന്തിനാ ദേഷ്യം പിടിപ്പിക്കുന്നേ? ഈ ചോദ്യമല്ല നിന്നോട് തന്നെ ചോദിക്കണം. മുപ്പത് വർഷം മുമ്പ് നിന്റെ കൈക്ക് പിടിക്കുമ്പോ ആ സമയത്ത് എനിക്ക് എത്ര ധൈര്യമായിരുന്നെന്നറിയോ? ജീവിതത്തിൽ എന്തൊക്കെയോ നേടണമെന്ന് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. നിന്റെ സാമീപ്യം കൊണ്ട്, നിന്റെ സ്നേഹം കൊണ്ട് ഞാൻ അതെല്ലാം നേടി. ഇങ്ങോട്ട് നോക്ക് ജയന്തി, നീ ഒരു നല്ല ഭാര്യയാണ്, എനിക്കൊരു നല്ല കൂട്ടുകാരിയാണ്, എല്ലാത്തിനും മുകളിൽ നീ നല്ലൊരു അമ്മയാണ്. നീ എന്തുമാത്രം ഉയരെയായിരുന്നെന്നറിയോ? ഭാവന നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോ എന്തായത്, നമുക്ക് ജനിച്ച മകൾ മരുമകളുടെ രൂപത്തിൽ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. മരുമകളെ മകളായി തന്നെ കണ്ടു നീ. ഭാവനയോട് നീ എങ്ങനെയാ പെരുമാറിയിരുന്നത്? ഇപ്പൊ എങ്ങനെയാ പെരുമാറുന്നേ? ഭാവന പഴയതുപോലെ അല്ല ഏട്ടാ, അവൾ ഒരുപാട് മാറി. മാറിയത് ഭാവനയല്ല ജയന്തി, നീയാണ്. മകൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാം, പക്ഷെ മരുമകൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കരുത്. ഒരു തെറ്റും ചെയ്യാത്ത ഭാവനയെ നീ കാരണമില്ലാതെ ശിക്ഷിച്ചോണ്ടിരിക്കുക. നിന്റെ ദേഷ്യം കാരണം ഭാവന വല്ലാതെ വിഷമിക്കുന്നു. നിന്നിൽ നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി ഞാൻ പ്രതീക്ഷിച്ചതേയില്ല ജയന്തി. പിന്നെ അവള് ചെയ്യുന്നതൊക്കെ നല്ലതാണോ? അവള് ചെയ്യുന്നതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നേയില്ല. അതാണ് പറയുന്നത് ജയന്തി. ഒരിക്കൽ ഇഷ്ടപ്പെട്ടിരുന്ന ഭാവനയെ ഇപ്പൊ നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൾ അന്നത്തെ പോലെയല്ല ഇപ്പോഴെന്ന് പറഞ്ഞില്ലേ? അത് നിന്റെ മനസ്സിന്റെ തോന്നലാ ജയന്തി. ആവശ്യമില്ലാതെ നീ അവളെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇവിടെ നോക്ക് ജയന്തി, ഒരു പെണ്ണിന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു പെണ്ണായ നിന്നോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ജയന്തി. അച്ഛനെയും അമ്മയും പിറന്ന വീടിനെയും എല്ലാത്തിനെയും ഉപേക്ഷിച്ച് കല്യാണം കഴിഞ്ഞ് മരുമകളായി മറ്റൊരു വീട്ടിലേക്ക് എത്തുന്നു. ആ നിമിഷം മുതൽ ആ വീടിനെയും ആ കുടുംബത്തെയും സ്വന്തം കുടുംബമായി കരുതുന്നു. നീയും അങ്ങനെ തന്നെയല്ലേ വന്നത്, അവളും അങ്ങനെ തന്നെയാ വന്നത്. ഇനി വരാൻ പോകുന്ന രണ്ട് മരുമക്കളും അങ്ങനെ തന്നെയാ വരുന്നത്. നിന്റെ മനസ്സിനെ ഏറെ ഇഷ്ടപ്പെട്ട ഭാവനയെ ഇപ്പൊ നീ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിചാരിച്ചാൽ ഇനി വരാൻ പോകുന്ന രണ്ട് മരുമക്കളോടും എങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് ഉത്കണ്ഠയുണ്ട്. അവരുടെ മുന്നിലും നീ ഇങ്ങനെ പെരുമാറിയാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല ജയന്തി. പിന്നെ എനിക്ക് നേരെ നടക്കാനാവില്ല. ഇതുവരെയും നിന്നിൽ നിന്നും എനിക്ക് സന്തോഷവും സമാധാനവുമാണ് കിട്ടിയിരുന്നത്. ഇനി എനിക്ക് അപമാനവും ദുഃഖവും ഉണ്ടാക്കരുത്. നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്നോട് പറ. നമ്മളുടെ മക്കൾ ജനിക്കുന്നതിന് മുമ്പും നമ്മൾ മനസ്സോർന്ന് സംസാരിച്ചിരുന്നില്ലേ? മരുമക്കൾ വരാൻ പോകുന്ന ഈ സമയത്ത് ആ മനസ്സ് എന്തിനു നമ്മൾ അതെ, ഒരു കാര്യം, കുഞ്ഞുങ്ങളുടെ പിറന്നാൾ ഫംഗ്ഷൻ ഇന്നലെ രാത്രി എന്ത് രസമായിരുന്നല്ലേ? അതെ, വളരെ നാളുകൾക്ക് ശേഷം ഒരുപാട് സന്തോഷമായിട്ടിരുന്നു. അതിന് കാരണം ആ വീടൊരു ആനന്ദ നിലയം തന്നെയായിട്ടാ. അത്ര വലിയ വീട്, അവിടെ ഉള്ളവരും അത്രയും വലിയ മനസ്സുള്ളവരാ. അവിടെ പോയിട്ട് വന്നപ്പോ കുറച്ചു സമയം കൊണ്ട് സ്വർഗത്തിൽ പോയിട്ട് വന്നതുപോലെയാ തോന്നിയേ. വിവാഹത്തിന് ശേഷം വസു ആ സുന്ദരമായ സന്തോഷമുള്ള ലോകത്തേക്കല്ലേ ചെല്ലുന്നത്. അപ്പൊ ഈ കൊച്ചു വീടും ഇവിടെയുള്ള നമ്മുടെ രണ്ടുപേരെയൊക്കെ ഓർക്കുവോ എന്തോ? നേരം വെളുത്തതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങിയോ? നിന്റെ പുതിയ ജീവിതം വളരെ സുന്ദരമായിരിക്കുമെന്ന് പറയുകയാണ് മോളെ.
ഇവിടുത്തെ ഈ ജീവിതത്തെക്കാൾ എന്തുകൊണ്ട് നല്ല ജീവിതമായിരിക്കും അവിടെ. ഈ വീണയെ ഇവിടെ മീട്ടിയാലും അവിടെ മീട്ടിയാലും ഒരേ സ്വരവേ കേൾക്കത്തുള്ളൂ. ഒരു മാറ്റവും ഉണ്ടാവില്ല. യഥാർത്ഥ വിദ്വാന്റെ കയ്യിലിരുന്നാൽ മാത്രമേ വീണയിൽ നിന്ന് സപ്തസ്വരങ്ങൾ വരികയുള്ളൂ മോളെ. അതിനെക്കുറിച്ച് അറിയാത്ത ആളിന്റെ കയ്യിലിരുന്നാൽ അവസ്വരം മാത്രമേ വരികയുള്ളൂ വസു. നിന്നെ ഒട്ടും മനസ്സിലാക്കാത്ത ഒരു ദുഷ്ടൻ നിന്റെ ജീവിതത്തിൽ അവസരങ്ങൾ മാത്രമാ തന്നിട്ട് പോയെ. നിന്നെ നന്നായി മനസ്സിലാക്കിയ ഒരാൾ നിന്റെ ജീവിതത്തെ സപ്തസ്വരങ്ങൾ കൊണ്ട് മാറ്റാൻ പോവാ. അദ്ദേഹം എന്തോ വലിയ ശങ്കരാഭരണം ശങ്കരശാസ്ത്രി. നിങ്ങളാണെങ്കിലോ വാനമ്പാടി KS ചിത്ര. നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ ജീവിതത്തെ സംഗീതാത്മകമാക്കി സ്വരങ്ങളെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി. ഇത് കുറച്ച് ഓവറല്ലേ? അതൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാ മോളെ. ഇനി നീ അത് കാര്യമായിട്ട് എടുക്കണ്ട. എന്തായാലും ഭഗവാൻ നിനക്ക് സംഗീതത്തിൽ ജന്മസിദ്ധി തന്നതുപോലെ ഞങ്ങൾക്ക് തന്നില്ലല്ലോ വസു. അങ്ങനെയാണോ? അപ്പൊ ദിവസവും കുട്ടികളുടെ ഒക്കെ കൂടെ നിങ്ങളും കൂടി ഇരുന്നോ? നിങ്ങൾക്കും പറഞ്ഞുതരാം. ഭഗവാനെ, എനിക്കത്ര ക്ഷമയൊന്നുമില്ല. അതെ, ഇപ്പഴാ ഞാനൊരു കാര്യം ഓർത്തെ. കുഞ്ഞുങ്ങൾക്ക് ഇന്നലെ എന്ത് ഗിഫ്റ്റാ കൊടുത്തേ? അത് വസുവിനോട് ചോദിക്കേ. ആ, എന്ത് ഗിഫ്റ്റാ കൊടുത്തേ വസു? ഇത് എന്റെ ഗിഫ്റ്റാ. ഇത് എന്റെ ഗിഫ്റ്റാ. ഇത് എന്റെ ഗിഫ്റ്റാ. എന്റെയാ? അല്ല, ഇത് എന്റെയാ. എന്റേതാ. ഇത് എന്റേതാ. അല്ല, അനു, കീർത്തി. അനു, കീർത്തി. ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. രണ്ടുപേരും കൂടെ വീണ്ടും തുടങ്ങിയോ? ഇത് ഈ കീർത്തി എന്റെ ഗിഫ്റ്റ് തട്ടിപ്പറിക്കുക. ഇത് എന്റെ ഗിഫ്റ്റ് അല്ലേ അച്ഛാ? ഓക്കേ, ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഷെയറിംഗ് ഈസ് കറക്റ്റ്. സോ അതിങ്ങെടുക്ക്. നല്ല ഗിഫ്റ്റാ കൊടുത്തേ വസു. കുട്ടികൾക്ക് മാത്രല്ല, അഭിമോനും അത് ഒത്തിരി ഇഷ്ടപ്പെടും. വസുവിന്റെ സെലക്ഷൻ നീ എന്താണെന്നാ കരുതിയത്? വസു ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുത്താൽ അത് കണ്ണു തുറന്നു തന്നെ നോക്കണം. നമ്മുടെ വസു ഒന്ന് മനസ്സ് വെച്ചാ ആരുടെ മനസ്സിൽ വേണമെങ്കിലും കയറി പറ്റാം. അമ്മേ, ഒന്ന് നിർത്തുന്നുണ്ടോ? കുറച്ച് സമയം കിട്ടിയാൽ മതിയല്ലോ. ഉടനെ അങ്ങ് പാടാൻ തുടങ്ങും. പാടിയതല്ല മോളെ, സത്യം പറഞ്ഞതാ. എന്തിനാ അച്ഛാ അച്ഛനും ഇങ്ങനെ തുടങ്ങുന്നേ? അമ്മേ, അമ്മേ. എന്താ ഉണ്ണി? പോവാമേ നമുക്ക്. എവിടെ പോവാനാ? അച്ഛന്റെ ഇപ്പൊ എന്തിനാ ആ വീട്ടിലേക്ക് പോകുന്നതുണ്ണി?
അതൊരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം. എന്നാ അമ്മമ്മ അത്രയും ടൈമൊക്കെ? എനിക്ക് എത്രയും പെട്ടെന്ന് ആ വീട്ടിലോട്ട് പോണം. ഈ വീട്ടിൽ അത്രയ്ക്കും ബോറടിക്കുന്നുണ്ടോ മോനെ? അവിടെ പോയി കഴിഞ്ഞാ പിന്നെ നീ ഞങ്ങളെ മറന്നു പോവല്ലോ. ഞാൻ എന്തിനാ അപ്പൂപ്പ നിങ്ങളെ മറക്കുന്നേ? നിങ്ങളും എന്റെ കൂടെ ആ വീട്ടിലോട്ട് വാ. അച്ഛന് നല്ല മനസ്സല്ലേ. എല്ലാരും കൂടെ ഒരു വീട്ടിൽ സന്തോഷത്തിലിരിക്കാം. അങ്ങനെ ഒരു സമയം വരുമ്പോ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അതുവരെ സമാധാനായിട്ടിരിക്കും. അകത്ത് പോയി കളിച്ചോ. ശരി അമ്മൂമ്മ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ബോബി. എന്താ ഇത്ര രാവിലെ തന്നെ? ഒരു ഇവന്റ് നമ്മൾ എഗ്രി ചെയ്തിരുന്നില്ലേ? ഡേറ്റിംഗ് അടുത്ത് കഴിഞ്ഞു. ജോലികളൊക്കെ പൂർത്തിയാക്കണ്ടേ? എല്ലാം കഴിഞ്ഞില്ലേ? ബാക്കിയെല്ലാം കഴിഞ്ഞു. ഫ്ലവേഴ്സ് മാത്രമാണ് ഇനി വരാനുള്ളത്. ആ കാര്യം മൂർത്തി സാറിനോട് പറഞ്ഞില്ലേ? മൂർത്തി സാറിനെ ഞാൻ വിളിച്ചിരുന്നു. ഈ പറഞ്ഞ പൂക്കൾ അവരുടെ നഴ്സറിയിൽ ഇല്ല. എത്ര വേറൊരു നഴ്സറി ഇന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞു. അങ്ങോട്ട് പോകാൻ പറ്റുമോന്ന് അറിയാൻ വന്നതാ. ശരി, ആദ്യം അദ്ദേഹത്തെ ഫോൺ ചെയ്യും. ബോബിയോ? പറഞ്ഞോ ബോബി. അഭിസാറിനൊന്ന് സംസാരിക്കണം. കൊടുക്കാവേ. ഹലോ. ഹലോ മോനെ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് അങ്കിൾ. ഈവന്റ് ഡേറ്റ് ഇങ്ങടുത്ത് വരെയാ. കുറച്ച് ഫ്ലവേഴ്സിന്റെ ആവശ്യമുണ്ടായിരുന്നു. വേറൊരു നഴ്സറി കാണിച്ചു തരാനായിട്ട് ബോബിയോട് ഞാൻ പറഞ്ഞിരുന്നതാണല്ലോ. യാ, ആ നഴ്സറി ഇന്ന് തന്നെ പോയി കാണാമോ? തീർച്ചയായും മോനെ, ഞാനിപ്പോ തന്നെ അങ്ങോട്ടേക്ക് വരാം. മോൻ അനശ്വര നഗറിൽ വെയിറ്റ് ചെയ്യേ. അവിടെ നമുക്ക് ഒരുമിച്ച് പോകാം. ശരി, ഞാനും അങ്ങ് എത്തിക്കോളാം. നേരിട്ട് കാണാം. സുശീല, സുശീല. വരുന്നു ഏട്ടാ. എന്താ ഏട്ടാ കാര്യം? കാറിന്റെ കീ എടുത്തിട്ട് വാ. പെട്ടെന്നൊന്ന് പുറത്തു പോണം. അതെന്തിനാ? അഭിമോൻ ഇപ്പൊ ഫോൺ ചെയ്തിരുന്നു. നഴ്സറി കാണിക്കാനായിട്ട് പോണം. നമ്മുടെ നഴ്സറിയിലേക്കല്ലേ? അല്ല, നമ്മുടെ നഴ്സറിയിൽ അവര് ചോദിക്കുന്ന പൂവില്ല. വേറെ നഴ്സറി കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. നമുക്ക് നമ്മുടെ നഴ്സറിയിലും ആ ചെടി വളർത്തിക്കൂടെ? വേറെ നഴ്സറിയിൽ പോയാ അഭിമോൻ എങ്ങനെ ലാഭം കിട്ടും? ഇപ്പൊ തന്നെ ആ ചെടി നട്ട് പൂക്കൾ കൊടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അങ്ങനെയല്ലേ ഏട്ടാ, നമ്മുടെ നഴ്സറി ആയിരുന്ന അഭിമോന് ആ വകയിൽ കുറച്ച് ലാഭം കിട്ടില്ലേ? അഭിമോൻ അത് സമ്പാദിക്കാമല്ലോ. ഭർത്താവിന്റെ സമ്പാദ്യത്തെ കുറിച്ച് ആലോചിക്കാതെ മരുമോൻ സമ്പാദിക്കുന്നതിനെ കുറിച്ചാണോ ആലോചിക്കുന്നത്? അഭിമോൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. പെട്ടെന്ന് കാറിന്റെ കീ കൊണ്ടുവാ. ദാ കൊണ്ടുവരാം. അയ്യോ, ഏട്ടന് നല്ല ചൂടുണ്ടല്ലോ. ഇല്ലില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. അയ്യോ, നല്ല കുളിരുണ്ടല്ലോ. എവിടെ കുളിരുന്നെന്ന്? അയ്യോ, എന്തു പറ്റി ചുമക്കുന്നേ? ഞാൻ എപ്പോഴാ സുശീല ചുമച്ചത്? ഏട്ടൻ വേഗം പോയി മരുന്ന് കഴിച്ചിട്ട് ബെഡ്ഷീറ്റ് മൂടിക്കിടന്ന് ഉറങ്ങിക്കേ. ഒരു കുഴപ്പമില്ലാത്ത ആളിനെ എന്തിനാ രോഗിയാക്കുന്നത്? ഏട്ടന് പോവാൻ പറ്റില്ലെന്ന് പറഞ്ഞാലല്ലേ ഏട്ടന് പകരം വസു പോവുള്ളൂ. എന്താ പറയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സുശീല. ഒന്ന് തെളിച്ചു പറയേ. ഇതിനാ ഏട്ടനൊരു മണ്ടനാന്ന് ഞാൻ എപ്പോഴും പറയുന്നേ. ഇപ്പോഴും മനസ്സിലായില്ലേ? സത്യമായിട്ട് ഒന്നും മനസ്സിലായില്ല. അയ്യോ, അഭിമാന്റെ കൂടിപ്പ നഴ്സറിയിൽ ഏട്ടൻ പോയ എന്താ സംഭവിക്കുക? പൂ വാങ്ങി കൊടുക്കുന്നത് നമ്മുടെ മരുമോനായതുകൊണ്ട് കമ്മീഷൻ പോലും കിട്ടില്ല. അതിന് പകരം നമ്മുടെ വസു പോയാ എന്ത് നടക്കും? അവൾ എങ്ങനെയാ പോയി കമ്മീഷൻ ചോദിക്കുന്നത്? അയ്യോ, അതിനിടയിൽ എന്തിനാ കമ്മീഷന്റെ കാര്യം പറയുന്നേ? ചേട്ടാ ശരിക്കും ഒരു ട്യൂബിലേറ്റാ. അഭിമാന്റെ ഒപ്പം നമ്മുടെ വസു പോയാ അവരുടെ ഇടയില് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവില്ലേ? കല്യാണത്തിന് മുമ്പ് തന്നെ അവര് മാത്രം പുറത്തു വെച്ച് കാണുമ്പോ രണ്ടാളും പരസ്പരം നന്നായി മനസ്സിലാക്കി അവരുടെ ഇടയിൽ ഒരു സ്നേഹം വരും. കല്യാണം കഴിയുമ്പോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ മനസ്സിലായി. പക്ഷേ പോകാനായിട്ട് വസു സമ്മതിക്കുവോ? വസുവിനെ ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചോളാം. ഏട്ടൻ പനി വന്നതുപോലെ അഭിനയിച്ച് എന്റെ കൂടെ നിന്നാ മതി. ഓക്കെ ഓക്കെ. അമ്മേ, അതെ, വസു വരുന്നുണ്ട്. തുടങ്ങിക്കൂ. അമ്മേ, എന്തൊരു കഷ്ട. എന്തീ പറഞ്ഞ കേക്കാത്ത ഏട്ടാ? ഈ വയസ്സിൽ ഇത്രയും പിടിവാശി പാടില്ല. ഇനി വയസ്സ് കൂടുമ്പോ എന്താവോ സ്ഥിതി? ഏട്ടന്റെ കാര്യം വലിയ കഷ്ട. എന്തു പറ്റി അമ്മേ? നിന്റെ അച്ഛനോട് നീ തന്നെ പറ വസു. ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നേ ഇല്ല.
എന്താ അച്ഛാ ബെഡ്ഷീറ്റ് ഒക്കെ പൊതിച്ചിരിക്കുന്നേ? ഭയങ്കര ചൂടാ മോളെ. എന്താ? ഭയങ്കര കുളിരായിരിക്കുന്നു മോളെ, കുളിരായിരിക്കുന്നു. ഇപ്പൊ എങ്ങനെയാ അച്ഛാ തണുക്കുന്നേ? ജലദോഷപ്പനിയാണെന്ന്. കുറച്ചു നേരം മുൻപ് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. അപ്പോഴല്ലേ ഫോൺ വന്നേ? എന്താ? ജലദോഷപ്പനി വരുന്നതേ ഫോൺ വിളിച്ചും കോളിംഗ് ബെൽ അടിച്ചിട്ടും ഒക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ പനി പിടിച്ച അച്ഛന് ടാബ്ലറ്റ് കൊടുക്കാതെ എന്തിനാ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുന്നേ? ടോർച്ചർ ചെയ്യുന്നതേ ഞാനല്ല, നിന്റെ അച്ഛനാ. ആരോടോ നഴ്സറി കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പോലും അവർക്ക് കൊടുത്ത വാക്ക് പാലിക്കാനും പറ്റുന്നില്ല, അങ്ങോട്ട് പോകാനും പറ്റുന്നില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുക. ഈ പനി വെച്ചോണ്ട് എങ്ങനെയാ അച്ഛാ പോവാ? പോയില്ലെങ്കിൽ കൊടുത്ത വാക്ക് തെറ്റിക്കുന്ന പോലല്ലേ മോളെ. പോയ അച്ഛന്റെ ആരോഗ്യം മോശമാവില്ലേ? അത് കുഴപ്പമില്ല, പക്ഷെ കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റൂ. അച്ഛന്റെ ആരോഗ്യത്തിനേക്കാളും വലുത് കൊടുത്ത വാക്ക് പാലിക്കുന്നതാണോ അച്ഛാ? ആത്മാഭിമാനം അല്ലേ മോളെ വലുത്. എന്തായി പറയുന്നേ? അപ്പൊ പണമല്ലേ? എന്താ തമാശയാണോ? എന്നാ അച്ഛനെ പറഞ്ഞു മനസ്സിലാക്ക്, അല്ലെങ്കിൽ അച്ഛന് പകരം മോള് പൊയ്ക്കോ.